ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ കോയമ്പത്തൂർക്കാണ് യാത്ര. ഞാൻ അവിടെ ഒരു ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട. അവിടെ എത്തുമ്പോൾ നിങ്ങൾ ഞെട്ടും. എനിക്ക് ഉറപ്പാണ്. ഞാനും ഞെട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ പോകുന്നത്. സാധാരണ നമ്മളെ പോലെയുള്ള ഇൻഡിവിജ്വൽസിന് അവിടെ ചെല്ലാനൊന്നും പറ്റില്ല. വലിയ കടക്കാർക്ക് മാത്രമേ എന്താ പറയാ പോകാൻ പറ്റുള്ളൂ. അതിന് ഞാൻ പോകാനുള്ള ഒരു ഐഡിയ ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഞാൻ പറയാം. ഇന്ന് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകും. നിങ്ങൾ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ വീട്ടിലേക്കാണ്. അവിടെ കിട്ടിയില്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുക്കത്തേക്ക് പോകും. അവിടെ അതിലും ഗംഭീരമായിട്ടുള്ള അനുഭവം. അപ്പൊ ലാസ്റ്റ് വരെ മിസ്സാക്കാതെ കണ്ടോളൂ കേട്ടാ. പോകുന്ന വഴിക്ക് ദൂരെ റോഡ് സൈഡിൽ ഒരു അമ്മ ഇരുന്ന് വള വിൽക്കുന്നു. കണ്ടപ്പോ തന്നെ അങ്ങ് ചാടി ഇറങ്ങിട്ടോ. തമിഴ്നാട് ടൈപ്പുള്ള വളകളാണ്. ഇട്ട ചിലപ്പോ നമുക്ക് ബോറാവും. പക്ഷെ അമ്മയുടെ മുഖത്ത് പ്രതീക്ഷ കണ്ടപ്പോ ഒന്നും നോക്കിയില്ല. പരമാവധി വാങ്ങാൻ തീരുമാനിച്ചു. അവർ ഇത് വിറ്റ് ഉപജീവനം നടത്തുന്നവരാണ്. അമ്മയോട് പാക്ക് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത പൂക്കടയിലേക്ക് ചെന്നു. തമിഴ്നാട്ടിൽ ചെന്നാൽ പിന്നെ ഞാൻ പക്കാ തമിഴ് സ്റ്റൈൽ തന്നെ ആയിരിക്കും കേട്ടോ. 2 മുഴം പൂ വാങ്ങി. അമ്പലത്തിനടുത്ത് കൊണ്ടാവും നല്ല വില എന്ന് അമ്മ പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, പൂവല്ലേ. നമ്മുടെ കയ്യിലെ കാശ് നമുക്ക് മാത്രം എന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് അല്ലേ മറ്റുള്ളവർ ജീവിക്കുക. മുല്ലപ്പൂ, ചെമ്പകം, ഇലഞ്ഞി, ഇത് മൂന്നുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂക്കൾ. മണക്കാനും കാണാനും ഒക്കെ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നൊന്ന് കമന്റ് ചെയ്യണേ. അമ്മ ഓരോ സെറ്റായിട്ട് ഭദ്രമായി പാക്ക് ചെയ്യാൻ കേട്ടോ. അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ഒരു പെട്ടി വള കിട്ടി. വീണ്ടും യാത്ര തിരിച്ചു. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഇതാണ് ഫാക്ടറി. ഇവർക്ക് സ്വന്തമായിട്ടൊരു നെയ്ത്ത് കടയുണ്ട് തൊട്ടടുത്ത് തന്നെ. അതുകൊണ്ടാവും വിലക്കുറവിൽ തരാൻ പറ്റുന്നത്. എനിക്ക് വേണ്ടതും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടതും എല്ലാം കൂടെ എടുത്തു. ആണുങ്ങൾക്ക് മുണ്ടെടുത്തു. 90 കിലോമീറ്റർ ഉണ്ട് നമ്മളുടെ വീട്ടിൽ നിന്നും കോയമ്പത്തൂർ കമ്പനിയിലേക്ക്. അതുകൊണ്ട് വണ്ടിക്കൂലി മുതലാക്കണമല്ലോ. ഓണം ഷൂട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി തേച്ച് അർഹതപ്പെട്ടവർക്ക് എത്തിക്കും. നമ്മളുടെ ഷൂട്ടിന്റെ എല്ലാ ഡ്രസ്സും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറ് അല്ലേ. ഇനി ഒരു വർഷത്തേക്കുള്ള സെറ്റുമുണ്ട് വാങ്ങണ്ട, അത്രയും വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 22,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. 30 സെറ്റുമുണ്ട്, 15 മുണ്ടുകൾ, ലുങ്കികൾ, സാരികൾ, അങ്ങനെ എല്ലാം കൂടെ ആവറേജ് വില ഒരു 250-400 രൂപ വരെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് എനിക്കിവിടെ എത്താൻ പറ്റിയെന്നുള്ള കാര്യം ആദ്യം ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. നമ്മുടെ ഒരു സുഹൃത്ത് ഷെൽമി ഉണ്ട്. ഷെൽമി ഇങ്ങനെയുള്ള കടകളുടെ ആഡ് ചെയ്യുന്ന ഒരാളാണ്. ആളുടെ വീഡിയോയിൽ നിന്നാണ് നമുക്ക് നമ്പർ കിട്ടിയത്. എന്നിട്ട് ഷെൽമി വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ പോകാൻ പറ്റിയത്. കടക്കാർക്കും ബൊട്ടിക്കാർക്കും ഒക്കെ നേരിട്ട് ചെന്നാലും കിട്ടും. എന്താണെങ്കിലും കോയമ്പത്തൂർ വന്നതല്ലേ, എന്നാൽ പിന്നെ അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ മുള ബിരിയാണി ഒന്ന് കഴിക്കാമെന്ന് കരുതി. 2 പേർക്ക് സുഖമായി കഴിക്കാവുന്നതാണ് ഒരു മുള ബിരിയാണി. കൂടെ മട്ടന്റെ ചാറ്, മുട്ട, സലാഡ്, അച്ചാർ ഇത്രയൊക്കെ ഉണ്ട്. ഒരെണ്ണം കഴിച്ചു, 2 എണ്ണം വീട്ടിലേക്ക് പാഴ്സൽ വാങ്ങി. 1270 രൂപയായി. തിരികെ പോകുമ്പോൾ കിഡിലൻ മഴ. വീട്ടിലെത്തി വാങ്ങിച്ച സാധനങ്ങൾ ഇറക്കി റൌഫിനെയും കയറ്റി ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു. കുളപ്പിൽ എത്തിയപ്പോൾ ദാ മാങ്ങ ചേട്ടൻ നിൽക്കുന്നു. നല്ല നീലം മാങ്ങ, 2 കിലോ 100 രൂപ. ഒന്നും നോക്കിയില്ല, വാങ്ങി. നല്ല പഴുത്തെടുക്കുക എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ കഴിക്കാനാ. പക്ഷെ അത് പറഞ്ഞാൽ പുഴുലെടുക്കരുത്. നിങ്ങളൊരു സ്നേഹത്തിലെടുക്കും മനുഷ്യ. സത്യം പറഞ്ഞാൽ നല്ല കിഡിലൻ മാങ്ങയായിരുന്നു കേട്ടോ, പറയാതെ വയ്യേ. നമ്മൾ പട്ടാമ്പി കൊപ്പം വഴി എൻ്റെ പ്രിയപ്പെട്ട ഇടത്തിലേക്ക് എത്തി. നല്ല ഇടത്ത് മന, നമ്മുടെ ശ്രീലോപ്പോളുടെ വീട്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഒപ്പോളേ എന്ന് വിളിച്ച് ഓടി വരാൻ പറ്റുന്ന ഇടം. മണി അടിച്ചിട്ട് ആരുമില്ല. അടുക്കളപ്പുറത്ത് ഓടിപ്പോയി നോക്കി, അവിടെ ഇല്ല. ഓപ്പോൾ ഉറങ്ങിയ ഇല്ലില്ല, അതേ എത്തി. നേരെ അടുക്കളയിലേക്ക്, നമ്മളുടെ ഇഷ്ടപ്പെട്ട ഏരിയ. അമ്പടോ ചക്കപ്പായസം ആദ്യം തന്നെ കുറച്ച് വാരി കഴിച്ചു കേട്ടോ. ഓപ്പുളുടെ കൃഷിയിടത്തിൽ മാഷ് തന്നെ കൃഷി ചെയ്ത വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയ കറികൾ. ഓപ്പുളുടെ കൈപുണ്യവും സ്നേഹവും. ഇനി എന്ത് വേണമല്ലേ. കാന്താരിയിലിട്ട നല്ല കണ്ണിമങ്ങാച്ചാർ, പായസം, പപ്പടം. ആവൂ, ഇനിയിപ്പോൾ പായ വിരിച്ചത് കിടന്നാൽ മതി. അത്രയ്ക്ക് അങ്ങോട്ട് സുഖമായി. പരസ്പരം എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത സന്തോഷങ്ങൾ, വിശേഷങ്ങൾ. യാത്ര പറഞ്ഞിട്ട് വീണ്ടും 1/2 മണിക്കൂർ അവിടെ തന്നെ പാചകം. ഇനി നമുക്ക് പോകാനുള്ളത് മുക്കത്തിൽ നിന്നും ഒരു 17 കിലോമീറ്റർ ഹൈ റേഞ്ചിലേക്കാണ്. ഒരുപാട് ലേറ്റായ പണിയാവും. വളാഞ്ചേരിയിൽ നിന്ന് നിസിനെയും കയറ്റി നേരെ കോഴിക്കോട് ഹൈവേയിലേക്ക് ഒറ്റപ്പിടി. 1 മണിക്കൂർ മതി ഇപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് എത്താൻ. എന്താ റോഡ് ഇല്ലേ, കിടു. കേരളം മൊത്തം ഇങ്ങനെയുള്ള റോഡ് വരണം. ഇതാണ് എൻ്റെ അഭിപ്രായം. രാത്രിയായി നമ്മുടെ റിൻസി ചേച്ചിയുടെ റിസോർട്ടിലെത്താൻ. ഇത് രാവിലത്തെ വിഷലാണ് കേട്ടോ. രാത്രി ഒന്നും എടുത്തില്ല. നേരെ പോയിട്ട് റിൻസി ചേച്ചിയുടെ കിഡിലൻ ഷാപ്പാടിന്റെ മുകളിലേക്ക് തല്ല കുത്തി വീണു. നമ്മൾ സെപ്റ്റംബറിൽ 2 ദിവസത്തെ കാട്ടരുവി ക്യാമ്പ് ട്രിപ്പ് നടത്തുന്നില്ലേ, അതിവിടെ വെച്ചിട്ടാണ്. നമ്മൾ എവിടെ ട്രിപ്പ് നടത്തുന്നതായിരിക്കും ആണെങ്കിലും ആദ്യം ഞാനും നമ്മുടെ ടീമും എല്ലാം പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിന് മാത്രമേ നമ്മൾ ട്രിപ്പുകൾ നടത്താറുള്ളൂ. സോ ഇവിടെ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. 2 ദിവസം അടിച്ചു പൊളിച്ചു, എല്ലാം മറന്നിട്ട്. അപ്പോൾ അടുത്ത 6 ട്രിപ്പുകൾ മാസാമാസം നമ്മളിവിടെയാണ് നടത്താൻ പോകുന്നത് കേട്ടോ. റിൻസി ചേച്ചിയുടെ സ്നേഹവും ചിരിയും ഭക്ഷണവും. ഇതിലേതാ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതൊരു കോംബോ പാക്കാണ്. സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല എന്നുള്ളത്. ഞങ്ങളുടെ സ്വന്തം ജോൺസായിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും ഓൾ ഇൻ ഓൾ. രാത്രിയിൽ അല്പം ആട്ടവും പാട്ടും മേളവും. വെളുപ്പിനെ തുടങ്ങിയ ക്ഷീണം മൊത്തം ദാ ഇവിടെ തീർന്നു. പൂളിൽ തന്നെയാണ് നമ്മുടെ നിസും റൌഫും അജിലും. നല്ല മഴയും പൂളും പൊളിച്ചൂലേ. ഉച്ചയ്ക്ക് ബിരിയാണിയും കൂടെ കഴിച്ചിട്ടാണ് റിൻസി ചേച്ചി ഞങ്ങളെ വിട്ടത് കേട്ടോ. പോണ വഴിക്ക് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ശരിക്കും മൂന്നാറിനേക്കാൾ ഭംഗിയുടെ മുക്കത്തെ ഈ പൂവാറും തോറിന് തന്നെയാണ് കേട്ടോ. ഞങ്ങളപ്പോൾ വിഷലൊക്കെ എടുത്ത് നേരെ പോയി. നമ്മളെ ലക്ഷദ്വീപിലെ അകത്തിലുള്ള നമ്മുടെ സ്വന്തം ചങ്ക്, നമ്മുടെ ഷക്കീല ബീഗവും മോനും. അവരുടെ മൂത്ത മോള് പഠിക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്. അപ്പോൾ പോണ വഴിക്ക് അവിടെയും കയറി. ഷക്കീല ബീഗം കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പൂൻ്റെ ഒരു സന്തോഷം കണ്ടു ഞങ്ങളെ സർപ്രൈസ് ആയിട്ട് കണ്ടപ്പോൾ. തിരിച്ച് നമ്മൾ എത്തി. നിസിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ മന്തി കഴിച്ചു. ഒന്നിന് കൊള്ളിലായിരുന്നു കേട്ടോ, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അങ്ങനെ രാത്രി ഏകദേശം ഒരു 11 മണിയോടുകൂടി നമ്മൾ തിരിച്ചു. അപ്പോൾ അടുത്ത വ്ലോഗുമായിട്ട് അടുത്ത ആഴ്ച വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.